To the webinar section. Epic Kerala എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ദ പീപ്പിൾ ഹു ആർ ന്യൂ ടു ഹിയർ. നമ്മളൊരു എക്സ്പോർട്ട് എക്കോസിസ്റ്റം ക്രിയേറ്റേഴ്സ് ആണ്. അതായത് ആക്ച്വലി എംപവറിംഗ് ആയിട്ടുള്ള ആസ്പയറിംഗ് ആയിട്ടുള്ള എക്സ്പോർട്ടേഴ്സിന് നോളജും കണക്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്ത പ്ലാറ്റ്ഫോമാണ്. ഇന്ന് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ECGC എന്ന് പറയുന്ന, കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ബോഡിയുടെ ഒരു വെബിനാർ സെക്ഷനാണ്. എക്സ്പെഷ്യലി എക്സ്പോർട്ടിംഗ് ക്രെഡിറ്റ് ഇൻഷുറൻസ്, അതിൻ്റെ റിസ്ക് കവറിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൺ ബോർഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ആസ്പെക്റ്റുകളെയാണ് നമ്മൾ ഇന്നൊരു ടോപ്പിക്കായിട്ട് കവറപ്പ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഹോണർഡ് ടു ഹാവ് വിത്ത് അസ് മിസ് ഡീന മാം, മാനേജർ അറ്റ് ECGC. മാം, നമ്മളുടെ ഈ ECGC സപ്പോർട്ട് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇത് പുതുതായിട്ട് എക്സ്പോർട്ടിങ്ങിലേക്ക് എത്തുന്ന ആസ്പിറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റുക എന്ന് തുടങ്ങിയ ഇതിൻ്റെ സ്കീം, ഇതിൻ്റെ ഒരു ഓൺ ബോർഡിംഗ് പ്രോസസ്സ്, ഇതിൻ്റെ ഒരു അതർ ആസ്പെക്റ്റുകളെല്ലാം സംസാരിക്കുന്നുണ്ടാവും. ആൻഡ് പ്രോബബ്ലി വി ക്യാൻ go to the section. Without any further delay, I would like to officially welcome Ms. Dina Ma'am, manager at ECGC, to lead the webinar section. Ma'am, over to you. Yeah. Good evening, everyone. And thanks, Epic, for giving us this opportunity for ECGC. I would like to share a PPT. So let me start with this. And I think it's visible. Yes, ma'am, it's visible. I think we are comfortable in Malayalam, or shall I switch you in English? I guess we can probably mix ആയിട്ട് സംസാരിക്കായിരിക്കാം. More of the people are from Kerala itself. അതുകൊണ്ട് മിക്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. Sorry. First of all, I will give a brief introduction about ECGC. Before that, I would like to know what is the audience here, for the audience here, whether anyone has any experience in exporting, or is everyone registered and everyone has an IEC, or are you like aspiring to export ചെയ്ത് പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ in this meeting? എല്ലാവരും തന്നെ ന്യൂ ആണ്, ആസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളാണ്. കമന്റ് മേ ബി അവർ കമന്റ് ചെയ്യുന്നുണ്ട് മെസ്സേജിങ്ങിൽ. ഓക്കെ ഫൈൻ. അപ്പൊ ECGC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ECGC എന്താണ് എക്സ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെ പറ്റി ഞാൻ പറയാം. അപ്പൊ ECGC എന്ന് പറഞ്ഞാൽ 100% ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ളതാണ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. ബേസിക്കലി വി ആർ രജിസ്റ്റേർഡ് ആസ് എൻ ഇൻഷുറൻസ് കമ്പനി. പിന്നെ ECGC ഞങ്ങളുടെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ഹാവ് 47 ബ്രാഞ്ചസ് ഓൾ ഓവർ ഇന്ത്യ. അപ്പൊ കേരളത്തിൽ വി ഹാവ് 2 ബ്രാഞ്ചസ്, വൺ ഇൻ കൊച്ചി ആൻഡ് വൺ ഇൻ കൊല്ലം. So what does ECGC basically do? ECGC is basically an insurance company providing trade credit insurance to exporters and banks. അപ്പൊ ഞങ്ങൾക്ക് there are 2 verticals which we deal with. One is for the exporters and the other one is for the banks. So probably ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ടേഴ്സിന് ഉദ്ദേശിച്ചിട്ടുള്ള സെഷൻ ആയതുകൊണ്ട് തന്നെ I will stick to what we are doing for exporters. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രേഡ് ക്രെഡിറ്റ് ഇൻഷുറൻസ് ആണ് ECGC പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ക്രെഡിറ്റ് ഇൻഷുറൻസ്? അപ്പൊ ക്രെഡിറ്റ് ഇൻഷുറൻസിന്റെ കോൺസെപ്റ്റ് ആദ്യം തന്നെ ക്ലിയർ ആണ്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും വരുന്ന ഒരു എൻക്വയറി ആണ് ECGC എന്താണ് ഇൻഷുർ ചെയ്യുന്നത്. വെദർ ഞങ്ങൾ മറൈൻ ഇൻഷുറൻസ് ആണോ കൊടുക്കുന്നത്, ഫ്ലൈറ്റ് ഇൻഷുറൻസ് ആണോ, ഗുഡ്സ് ആണോ ഞങ്ങളെ ഇൻഷുർ ചെയ്യുന്നത് എന്ന് എല്ലാം ഉള്ളൊരു ഡൗട്ട്സ് എക്സ്പോർട്ടേഴ്സിനുണ്ട്. അപ്പോൾ ECGC ഇതൊന്നുമല്ല, നിങ്ങളുടെ ഫ്ലൈറ്റ് ഇൻഷുറൻസ് അല്ല ഞങ്ങൾ കവർ ചെയ്യുന്നത്, മറൈൻ ഇൻഷുറൻസ് അല്ല ECGC പ്രൊവൈഡ് ചെയ്യുന്നത്, ഞങ്ങൾ ക്രെഡിറ്റ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ക്രെഡിറ്റ് ഇൻഷുറൻസ്? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു എക്സ്പോർട്ട് ട്രാൻസാക്ഷനെ പറ്റി നോക്കാം.
അപ്പൊ എക്സ്പോർട്ട് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു ബയർ, നിങ്ങളൊരു ഓവർസീസ് കൺട്രിയിലുള്ള ഒരു ബയറിനെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് യു വിൽ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, അവരുടെ അടുത്ത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് ഓർഡർ യു വിൽ പ്രൊക്യൂർ. ആൻഡ് എക്സ്പോർട്ട് ഓർഡർ പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ എക്സ്പോർട്ട് ആൻഡ് ഓൾ ദ ഫോർമാലിറ്റീസ് റിലേറ്റഡ് ടു. പക്ഷെ ബിഫോർ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നോട്ട് നെസസറിലി ഒരു അഡ്വാൻസിൽ നിങ്ങൾക്ക് പേയ്മെന്റ് വരണമെന്ന് നിർബന്ധമില്ല ബയറുടെ അടുത്ത് നിന്ന്. ബിക്കോസ് സംടൈംസ് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് അവിടെ റീച്ച് ചെയ്യും, നിങ്ങൾ ഗുഡ്സ് കൺസൈൻമെന്റ്സ് ഇവിടെ നിന്ന് അയക്കും, കൺസൈൻമെന്റ്സ് വിൽ റീച്ച് ദർ. ചിലപ്പോൾ ബയർ അത് ഡെലിവറി എടുക്കും. ഡെലിവറി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചൊരു പീരീഡ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് പീരീഡ്. ആ ക്രെഡിറ്റ് പീരീഡിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പേയ്മെന്റ് വരാതെ. അത് അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ അവിടെ ഗുഡ്സ് നിങ്ങളുടെ കണ്ടെയ്നർ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ബയർ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഡെലിവറി എടുക്കും. അതിനെ ഞങ്ങൾ DP എന്ന് പറയും, ഡോക്യുമെന്റ്സ് അഗേൻസ്റ്റ് പേയ്മെന്റ്. അല്ലെങ്കിൽ ബയർ ഗുഡ്സ് എല്ലാം കൺസൈൻമെന്റ് എല്ലാം അവരുടെ കൺട്രോളിൽ എടുത്തതിന് ശേഷം ഒരു 60 days അല്ലെങ്കിൽ 90 daysന് ശേഷം ഒരു ക്രെഡിറ്റ് പീരീഡിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പേയ്മെന്റ് തരാതെ. അത് ഡോക്യുമെന്റ്സ് അഗേൻസ്റ്റ് അക്സെപ്റ്റൻസ് എന്ന് പറയും. അപ്പൊ ഇതിലൊക്കെ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ DA ടേംസിൽ, അതായത് ഡോക്യുമെന്റ് അഗേൻസ്റ്റ് അക്സെപ്റ്റൻസ് ടേംസിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഓവർസീസ് ബയർ ഗുഡ്സ് ഡെലിവറി എടുക്കും, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ പേയ്മെന്റ് തരില്ല. ബിക്കോസ് നമ്മളൊരു പുറത്തുനിന്നുള്ള ആളുടെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ യു നെവർ നോ ദിയർ ക്രെഡിറ്റ് വർത്തിനെസ്. അപ്പൊ അവർ എത്രത്തോളം ഒരു ലീഡ്, എക്സ്പോർട്ടിന് ഒരു ലീഡൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നോട്ട് നെസസറിലി നിങ്ങൾക്ക് അവരുടെ ഫുൾ ഹിസ്റ്ററി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് വർത്തിനെസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റിസ്ക്. അതൊരു നോൺ പേയ്മെന്റ് റിസ്ക് എന്ന് പറയും. ഇപ്പൊ നോൺ പേയ്മെന്റ്, ഇപ്പൊ നിങ്ങൾ ഡോക്യുമെന്റ്സ് അഗേൻസ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞ ടേംസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ അവിടെ ഗുഡ്സ് അവിടെ കൺസൈൻമെന്റ് അവിടെ എത്തിയതിനു ശേഷം അവർ പേയ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കണ്ടെയ്നർ അവർക്ക് റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇറ്റ് മസ്റ്റ് ബി കമ്പാരേറ്റീവ്ലി സേഫർ ഫോർ യു എന്ന് തോന്നും. കാരണം ഗുഡ്സ് എപ്പോഴും കൺസൈൻമെന്റ് എപ്പോഴും നിങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ്. അവർ പേയ്മെന്റ് തരുന്നത് വരെ അതെപ്പോഴും എക്സ്പോർട്ടേഴ്സിന്റെ കൺട്രോളിലാണ് ഈ കൺസൈൻമെന്റ്. പക്ഷെ നിങ്ങൾ ഈ ട്രാൻസാക്ഷന്റെ വേറൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസൈൻമെന്റ് അവിടെ എത്തിക്കഴിഞ്ഞ് അവർ പേയ്മെന്റ് തന്നില്ലെങ്കിൽ then what will you do with this consignment? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു റീസെയിൽ ചെയ്യേണ്ടി വരും, വേറൊരു ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു ബയറെ കണ്ടുപിടിച്ച് അതിനൊരു റീസെയിൽ ചെയ്യുക, അതൊരു ഓപ്ഷൻ ആണ്. അതർവൈസ് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീഷിപ്മെന്റ് ചെയ്യാം. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ട് ഒരു ബർഡൻ ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊരു ക്രെഡിറ്റ് ടേംസിൽ ഒരു ബയർ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇറ്റ് ഓൾവേസ് ക്യാരീസ് എ നോൺ പേയ്മെന്റ് റിസ്ക്. അതായത് ബയർ ഗുഡ്സ് എടുക്കാം, അല്ലെങ്കിൽ ബയർ ഗുഡ്സ് എടുക്കാതെ ഡിക്ലൈൻ ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഒരു റിസ്ക് നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ ഒരു റിസ്ക് ആണ് ECGC ബേസിക്കലി കവർ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ എക്സ്പോർട്ട് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബയറുടെ അടുത്തുനിന്ന് പേയ്മെന്റ് വരാനായിട്ട് എന്തെങ്കിലും റിസ്ക് പോകും. അപ്പൊ ആ ഒരു റിസ്ക് ആണ് റിസ്ക് ഓഫ് നോൺ പേയ്മെന്റ് റിസ്ക്, അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. അപ്പൊ ഈ റിസ്കിന് അഗേൻസ്റ്റ് ആണ് ECGC ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നമ്മള് ബയർ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് പേയ്മെന്റ് എടുക്കാത്തതിന് നമ്മൾ പ്രൊട്രാക്റ്റഡ് ഡിഫോൾട്ട് എന്ന് പറയും എക്സ്പോർട്ടഡ്. അതല്ലാതെയും ഇപ്പൊ നിങ്ങളൊരു ചില കൺട്രി, എസ്പെഷ്യലി ഇപ്പൊ US ഉള്ള ബയേഴ്സിനായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇൻസോൾവൻസി എന്ന് പറയും. അതായത് ബയർ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം ബയറുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ വേഴ്സ് ആവുകയാണെങ്കിൽ അവർ ആ കൺട്രിയിലെ ലോ അണ്ടറിൽ ഇൻസോൾവൻസിക്ക് വേണ്ടി ഫയൽ ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം ഇൻസോൾവൻസിക്ക് വേണ്ടി ഫയൽ ചെയ്താൽ കഴിഞ്ഞാൽ പിന്നെ ബയർക്ക് പേയ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഇൻസോൾവൻസി അഡ്മിനിസ്ട്രേറ്റർ ആവും ഇത് ഡീൽ ചെയ്യാതെ. സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ യുവർ പേയ്മെന്റ് വിൽ ബി സ്റ്റക്ക് അപ്പ്. അപ്പൊ അതിനാണ് ബയറുടെ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇൻസോൾവൻസി കാരണം നിങ്ങൾക്ക് പേയ്മെന്റ് വരാതിരിക്കാം, അല്ലെങ്കിൽ ബയർ വില്ലിംഗിലി അവർ ഡീഫോൾട്ട് ചെയ്യാം. അപ്പൊ ഈ കാരണം കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് വരാതിരിക്കാം. പിന്നെ വേറൊരു റീസൺ നിങ്ങൾക്ക് പേയ്മെന്റ് വരാതിരിക്കാനുള്ളത് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയും. ഇപ്പൊ നമ്മൾ ചില കൺട്രീസിലൊക്കെ എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ എന്തെങ്കിലും വാർ നടക്കുന്നതോ, അല്ലെങ്കിൽ ചില കൺട്രീസിലൊക്കെ ഇപ്പൊ നമ്മൾ കറൻസി ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അർജന്റീന പോലെയുള്ള പല കൺട്രീസിലും. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രാവശ്യം ചില സമയത്ത് എക്സ്പോർട്ടിന് കൺട്രിയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട്, എന്തെങ്കിലും വാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ കൊണ്ട് പേയ്മെന്റ് വരാതിരിക്കാം. അല്ലെങ്കിൽ ആ കൺട്രിക്ക് പേയ്മെന്റ് ഫോറക്സ് ബാലൻസ് ഉണ്ടാവില്ല, അവരുടെ ഫോറക്സ് റിസർവ് കുറഞ്ഞതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇടും പേയ്മെന്റ് തരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് വരാതിരിക്കാം. അപ്പൊ ഈവൻ ദോ ദ ബയർ ഇസ് വില്ലിംഗ് ടു പേ, ആ കൺട്രിയുടെ എന്തെങ്കിലും പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കാരണം
അവിടുന്ന് ഫോറക്സ് റെമിറ്റൻസ് തിരിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് പറയാതെ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുക. അപ്പൊ ഈ കാരണം കൊണ്ടൊക്കെ, അതായത് ബയറുടെ ഇൻസോൾവൻസി അല്ലെ ഡീഫോൾട്ട്, അത് മാത്രമല്ല കൺട്രിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയും. അപ്പൊ ഈ കാരണങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റക്കപ്പ് ആവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദീസ് കേസസ് ECGC കവർ വിൽ ഹെൽപ്പ് യു. അപ്പൊ ECGCയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തിനും എഗെയിൻസ്റ്റ് ഉള്ള പ്രൊട്ടക്ഷൻ ആണ്. അപ്പോ ഐ തിങ്ക് എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവും വാട്ട് ഡസ് ECGC ഡസ്. ECGC എന്തിനാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് എന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടോ, ഇല്ലെങ്കിൽ ആ Q&A സൈഡിൽ Q&A പോർഷനിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ആൻസറിങ് ഇൻ ബിറ്റ്വീൻ ദ സെക്ഷൻ. ഹലോ, യെസ്, ഞാൻ അഫാഖലി. നമ്മുടെ കമ്പനിയുടെ പേര് സ്മാക്കെക്സ് എന്നാണ്. IC എടുത്തതാണ്, നമ്മൾ എക്സ്പോർട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോ മാം, എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ഇതിന് നമ്മളിപ്പോ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് ഡൊമസ്റ്റിക് ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഈ എക്സ്പോർട്ടിങ്ങിലോട്ട് കടക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇതുവരെ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒക്കെ നിൽപ്പുണ്ട്. പക്ഷെ ഈ ഒരു പേയ്മെന്റിന്റെ ഒരു പേടി കൊണ്ടാണ് ഞങ്ങൾ ഈ ചെയ്യാണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ നേരത്ത് എന്താ പറയാ, ഇത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നോർമലി ഞങ്ങൾ പെരിഷബിൾസ് ആണ് കൂടുതൽ ചെയ്യണത്. ഒണിയൻ, അതുപോലത്തെ ഒണിയനാണ് മെയിൻ ആയിട്ട് ബൾക്ക് വോളിയത്തിൽ ചെയ്യുന്നത്. അത് ഡൊമസ്റ്റിക് ആണ് ഇപ്പൊ നല്ലോണം ചെയ്യുന്നത്. അത് തന്നെ നമ്മളിപ്പോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ നേരത്ത് ഇപ്പൊ ഞങ്ങളുടെ ഒരു കസ്റ്റമർ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, അവിടെ ചെന്നിട്ട് അവര് കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് QC കഴിഞ്ഞിട്ടാണ് ഫുൾ പേയ്മെന്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യേണ്ടത്? ECGCയുടെ കവറിനെ പറ്റി അല്ലേ? യെസ്. ഓക്കെ, അത് ഞാൻ പറയാം സാർ. ഞാൻ ഞങ്ങളുടെ പോളിസീസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അതിന്റെ പ്രീമിയം ഡീറ്റെയിൽസും, ഞങ്ങളുടെ പോളിസി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം സബ്മിറ്റ് ചെയ്യണം, അതെല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം. അതിൽ എന്റെ പ്രസന്റേഷനിൽ വരുന്നുണ്ട്. കവറിന്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ എനിക്ക് ആ ഏരിയ കവർ ചെയ്യുന്നുണ്ടല്ലോ മാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസന്റേഷനിലേക്ക് തന്നെ പോവാം. ആൻഡ് ദ എൻഡിങ് മേ ബി ആസ്പെക്റ്റുകൾ കവർ ചെയ്യാം, ഈ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം, Q&A ആൻസർ ചെയ്യാം. ഓക്കെ സാർ. അപ്പോൾ എങ്ങനെയാണ് ECGC എക്സ്പോർട്ടേഴ്സിന് ബെനിഫിറ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ റിസ്ക് കാരണം നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റക്കപ്പ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് എഫക്ട് ചെയ്യില്ല, ക്ലെയിം സെറ്റിൽ ചെയ്യും. നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം എടുക്കാം നിങ്ങൾക്ക്, ജസ്റ്റ് ലൈക്ക് എനി നോർമൽ ഇൻഷുറൻസ്. സോ അത് നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിനെയും അതെല്ലാം ഹെൽപ്പ് ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റക്കപ്പ് ആവില്ല. ആൻഡ് ഹെൽപ്സ് ഒബ്റ്റെയിൻ ട്രേഡ് ഫൈനാൻസ്. അതായത് ചിലപ്പോൾ ബാങ്കിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ബാങ്ക് ഫൈനാൻസ് അവൈൽ ചെയ്യണമെങ്കിൽ ECGCയുടെ കവർ അവർ ഇൻസിസ്റ്റ് ചെയ്യും, എസ്പെഷ്യലി ബയർ വൈസ്. ECGCയുടെ ബയർ വൈസ് പോളിസി ഉണ്ടെങ്കിൽ ദാറ്റ് ആക്ട്സ് ആസ് കൈൻഡ് ഓഫ് എ കൊളാട്രൽ ഫോർ ദ ബാങ്ക്സ്. അപ്പോൾ ഒരു ECGCയുടെ പോളിസി ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഗെറ്റിംഗ് എ ബെറ്റർ ട്രേഡ് ഫൈനാൻസ് ഫ്രം ദ ബാങ്ക്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ദർ ആർ സം റിസ്കിയർ കൺട്രീസ്, നമ്മൾ പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രീസ്, അങ്ങനെ പല ദുബായ് അതുപോലെയുള്ള പല രാജ്യങ്ങളിലേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് നോൺ പേയ്മെന്റിന്റെ റിസ്ക് കൊണ്ട് തന്നെ പേടിച്ചിട്ട് തന്നെ ഒരുപാട് പേര് അതിന് മടിച്ചു നിൽക്കും. അപ്പോൾ ECGCയുടെ ഒരു കവർ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗിവ് യു കോൺഫിഡൻസ് ടു ഗോ അഹെഡ് വിതൗട്ട് ദിസ് റിസ്ക്. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു വേറെ ഒരു ഹെൽപ്പ് കൂടെ ECGC നിങ്ങൾക്ക് ചെയ്യും. അത് ECGCയുടെ പോളിസി ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ ഒരു ബയറിന്റെ ഒരു ക്രെഡിറ്റ് വർത്തിനെസ്. അതായത് ECGCയുടെ നിങ്ങളൊരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബയറിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ എത്ര ക്രെഡിറ്റ് വർത്തി ആണെന്ന് അറിയാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ECGCയുടെ ഭാഗത്തു നിന്ന് കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ എന്നെ പറഞ്ഞു തരാം. ഞങ്ങളുടെ പോളിസിയുടെ അണ്ടറിൽ ഞങ്ങൾ എങ്ങനെയാണ് ബയറുടെ ഒരു ക്രെഡിറ്റ് വർത്തിനെസ് അസസ് ചെയ്യുന്നത്, ആ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ECGC കവർ ചെയ്യുന്ന റിസ്കുകൾ. ബയറുടെ മുകളിൽ പ്രൊട്രാക്റ്റഡ് ഡീഫോൾട്ട്, ഇൻസോൾവൻസി, അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു റിസ്ക് ഉണ്ട്. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ DP ടേംസിൽ അല്ലെങ്കിൽ CAD ടേംസിൽ, അത് നിങ്ങൾ കൺസൈൻമെന്റ് വിൽ ബി റിലീസ്ഡ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ദ പേയ്മെന്റ്, അങ്ങനെ ഒരു ടേംസിൽ അയക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള ഒരു റിസ്ക് ആണ്
അവിടെ കൺസൈൻമെന്റ് അവിടെ എത്തുമ്പോൾ ബയർ വിൽ refuse to take the goods. ബയർ പറയും എനിക്ക് ഇനി ഗുഡ്സിന്റെ ആവശ്യമില്ല, they will not take the goods. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചാർജസ് ഇൻകർ ചെയ്യും, ഇതിന് ഇൻക്ലൂഡിങ് യുവർ ഡെമറേജ്, ഡിറ്റൻഷൻ, അതെല്ലാം ഒരുപാട് ഗോ അപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റീസെയിലിന് വേറൊരു ബയറെ കണ്ടുപിടിച്ച് റീസെയിലിന് പോവുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും ആ സെക്കൻഡ് ബയറിന്. അത് ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് റീഷിപ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനെല്ലാം എക്സ്പെൻസസ് എൻകർ ചെയ്യുന്നുണ്ട്. ഈ റിസ്ക് എല്ലാം ECGCയുടെ പോളിസിയുടെ അണ്ടറിൽ കവേർഡ് ആണ്. അപ്പോൾ ബയർ ഗുഡ്സ് എടുത്തില്ലെങ്കിലും അതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ് എല്ലാം ECGC റീഇംബേഴ്സ് ചെയ്യും ECGCയുടെ പോളിസിയുടെ അണ്ടറിൽ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ LC ഓപ്പണിംഗ് ബാങ്ക്, അതായത് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പൊതുവേ LC ട്രാൻസാക്ഷൻസ് ആർ സേഫ്. നിങ്ങളെ ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആദ്യം ശ്രമിക്കാതെ ടു ഗെറ്റ് എൻ LC ഓപ്പൺ. But because LC is considered to be a very safe payment option, but even then there is a risk for LC transactions also, because the LC opening bank can also make default. അവരും default ചെയ്യാൻ പറ്റും. അതായത് LCയുടെ basically the bank is making the payment, so it is considered to be a safest one, but still there is a risk of payment or default or insolvency of the LC opening bank also. അപ്പൊ നിങ്ങളുടെ LC ട്രാൻസാക്ഷൻസും ഞങ്ങൾ കവർ ചെയ്യും. ബയറിന്റെ മുകളിലുള്ള റിസ്ക് മാത്രമല്ല, ബാങ്കിന്റെ മുകളിൽ, ഇൻ കേസ് ഇറ്റ്സ് എൻ LC ട്രാൻസാക്ഷൻ, നിങ്ങൾക്ക് ബാങ്കിന്റെ മുകളിലുള്ള ആ ഒരു റിസ്ക്കും ECGCയിൽ കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്തെങ്കിലും പൊളിറ്റിക്കൽ റിസ്ക്, അതായത് ഒരു ബയർ എന്തെങ്കിലും കൺട്രിയിൽ എന്തെങ്കിലും പ്രോബ്ലം കാരണം നിങ്ങൾക്ക് റെമിറ്റൻസ് വരാനായിട്ട്, ആ കൺട്രിയിൽ നിന്ന് റെമിറ്റൻസ് തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണ്, അതായത് ട്രാൻസ്ഫർ ഡിലേ, റെപ്യൂട്ടേഷൻ ഇഷ്യൂ, കറൻസി ഇഷ്യൂ എന്തെങ്കിലും വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സിവിൽ വാറോ, എന്തെങ്കിലും ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ട് ലൈസൻസിന്റെ ക്യാൻസലേഷൻസ്, ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ റിസ്ക് ആണ്. അപ്പോൾ ഈ റിസ്കിന്റെ അണ്ടറിലും നിങ്ങൾക്ക് ECGCയുടെ കവർ കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇനി എന്തൊക്കെയാണ് ECGC എന്ത് കവർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ECGCയുടെ എന്തൊക്കെ കാരണം കൊണ്ടാണ് ECGCയുടെ കവർ, അതായത് ECGCയുടെ ഇൻഷുറൻസിന്റെ അണ്ടറിൽ ഞങ്ങൾ കവർ ചെയ്യാത്ത ചില റിസ്കുകൾ ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നും കൂടെ ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്വാളിറ്റി ഡിസ്പ്യൂട്ട്. ക്വാളിറ്റി ഡിസ്പ്യൂട്ട് കവർ ചെയ്യില്ല എന്നല്ല, കാരണം എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇഷ്യൂ ബയർ റേസ് ചെയ്യണം, അതായത് ഇപ്പൊ യു ആർ സപ്പോസ് ടു ഹാവ് സം സോർട്ട് ഓഫ് സർട്ടിഫിക്കേഷൻ ഓർ യു ആർ സപ്പോസ് ടു എക്സ്പോർട്ട് ഐറ്റംസ് ഇൻ എ സർട്ടൻ സ്പെസിഫിക് ക്വാളിറ്റി. സോ ഈ ക്വാളിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരാണ്, ബയർ എന്തെങ്കിലും ഇഷ്യൂസ് റേസ് ചെയ്യാണ്, ക്വാളിറ്റി ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഡിസ്പ്യൂട്ട് ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ മാത്രമല്ല, പിന്നെ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ടു ഗുഡ്സ്, അതായത് നിങ്ങൾ എല്ലാവരും ജനറൽ ഇൻഷുറൻസ് എല്ലാവരും എടുത്തിട്ടുണ്ടാവും, മറൈൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും ഗുഡ്സിന് വന്നു കഴിഞ്ഞാൽ അത് മറൈൻ ഇൻഷുറൻസിന്റെ അണ്ടറിലായിരിക്കും കവർ ചെയ്യാതെ, അത് ECGCയുടെ കവറിൽ വരില്ല. പിന്നെ അതുപോലെ തന്നെ ഫെയിലിയർ ടു മീറ്റ് ദ കോൺട്രാക്ട് ടേംസ്, അതായത് ഇപ്പോൾ ഒരു ബയറായിട്ട് നിങ്ങളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അതിലുണ്ടാവും ഒരു എക്സ് ക്വാണ്ടിറ്റി ഓഫ് എമൗണ്ട് നിങ്ങൾ ഗുഡ്സ് അയക്കണം, അല്ലെങ്കിൽ അത് വിത്തിൻ ദിസ് ഡേ ഒരു ഷിപ്പിംഗ് ഷെഡ്യൂൾ അവർ തന്നിട്ടുണ്ടാവും, വിത്തിൻ ദിസ് മച്ച് ഡേയ്സ് നിങ്ങൾക്ക് ഷിപ്മെന്റ് ചെയ്യണം, അങ്ങനെയെല്ലാം ബയർ ആയിട്ടുള്ള ഒരു കോൺട്രാക്ച്വൽ ടേംസ് ഉണ്ടാവും. അപ്പൊ അതിലെന്തെങ്കിലും വയലേഷൻ കാരണം കൊണ്ട് ബയർ പേയ്മെന്റ് വരാതിരിക്കുകയാണെങ്കിൽ അപ്പൊ അതും കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ECGCയുടെ പോളിസിയുടെ അണ്ടറിലുള്ള ഒരു എക്സ്പോർട്ടേഴ്സിന്റെ അടുത്തുള്ള റിക്വയർമെന്റ് ആണ്, as per quality or quantity, whatever the your agreed terms, you have to adhere with that. അപ്പൊ അതിലെന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല ECGCയുടെ പോളിസി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ECGCയുടെ ഇനി ഒരു പ്രോഡക്ട്സ്, ഇനി ECGCയുടെ എന്തൊക്കെയാണ് ഇൻഷുറൻസ് പോളിസീസ് എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ECGCയുടെ. ഞങ്ങൾ ഒന്ന് ബാങ്കേഴ്സിനും ഉണ്ട്, ഒന്ന് എക്സ്പോർട്ടേഴ്സിനും ഉണ്ട്. അപ്പൊ എക്സ്പോർട്ടേഴ്സിനുള്ളതിനെ ഞങ്ങൾ പറയാതെ ECGC പോളിസീസ് എന്നാണ് പറയാതെ. ECGCയുടെ പോളിസീസിൽ ഷോർട്ട് ടേം കവേഴ്സ്, അത് മീഡിയം ആൻഡ് ലോങ് ടേം എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് എക്സ്പോർട്സ് അതെല്ലാം കവർ ചെയ്യുന്നതാണ്. അതല്ലാതെ നോർമൽ ആയിട്ട് ഞങ്ങൾ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്നത് ഷോർട്ട് ടേം കവേഴ്സ് ആണ് പോളിസീസ്, ഷോർട്ട് ടേം പോളിസീസ്. ഷോർട്ട് ടേം പോളിസീസ് തന്നെ 2 types ഓഫ് പോളിസീസ് ഉണ്ട്. ഒന്ന് ഡിക്ലറേഷൻ ബേസ്ഡ് ആൻഡ് അതർ വൺ ഇസ് എക്സ്പോഷർ ബേസ്ഡ് പോളിസീസ്.
അപ്പോൾ ഇതിന്റെ ബേസിക്കലി ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസീസിൽ നിങ്ങൾ പ്രീമിയം തരുന്നത് നിങ്ങളുടെ ഫുൾ ടേൺ ഓവറിന്റെ മുകളിലായിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു വർഷത്തിൽ ഇപ്പൊ ഒരു 2 crores ഷിപ്മെന്റ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ 2 crores പ്രീമിയം തരുന്നത്. ടോട്ടലി നിങ്ങൾ എത്ര ഷിപ്മെന്റ് ചെയ്യുന്നു അത്രയും എമൗണ്ടിലുള്ള പ്രീമിയം ഞങ്ങൾക്ക് ECGCക്ക് തരേണ്ടി വരും. അപ്പോൾ ആൻഡ് ഇത് ഡിക്ലറേഷൻ ബേസ്ഡ് ആണ്. ഡിക്ലറേഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓരോ മന്തിലും ചെയ്യുന്ന ഷിപ്മെന്റ്സ് ECGCക്ക് ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ പെർട്ടിക്കുലർ മന്ത് നിങ്ങളൊരു 1 crores ഷിപ്മെന്റ് ആണ് ചെയ്തതെന്ന് വെച്ചാൽ ബൈ നെക്സ്റ്റ് മന്ത് യു ഹാവ് ടു ഡിക്ലെയർ ടു അസ് ഞങ്ങൾ 1 crores ഒരു ഷിപ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആൻഡ് അതിന്റെ ബേസിൽ പ്രീമിയം തരേണ്ടി വരും ECGCക്ക്. അപ്പൊ ആക്ച്വലി നിങ്ങൾ എത്ര ഷിപ്മെന്റ് ചെയ്യുന്നു, എത്ര കൂടുതൽ ഷിപ്മെന്റ് ചെയ്യുന്നു അപ്പൊ അത്രയും കൂടുതൽ പ്രീമിയം. അങ്ങനെയാണ് ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസീസിന്റെ കോൺസെപ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ വേറൊരു പോളിസീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും, എക്സ്പോഷർ ബേസ്ഡ് പോളിസീസ്. അപ്പൊ എക്സ്പോഷർ ബേസ്ഡ് പോളിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോളിസി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളൊരു 1 crore ഒരു പോളിസി എടുക്കാന്ന് വെക്കുക. അപ്പോൾ യു ഹാവ് ടു പേ പ്രീമിയം ഫോർ 1 crore. അപ്പൊ നിങ്ങൾക്ക് ഒരു 1 crore കവർ കിട്ടും. അപ്പോൾ നോ മാറ്റർ നിങ്ങൾക്ക് അതിനകത്ത് എത്ര വേണമെങ്കിൽ ഷിപ്മെന്റ് ചെയ്യാം വയ്യാത്ത. പക്ഷെ നിങ്ങളുടെ കവർ ആ ഒരു 1 കോടിയുടെ കവർ ആയിരിക്കും. ആ 1 കോടിയുടെ പ്രീമിയം ആ പോളിസീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തരേണ്ടി വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു 1 ഇയറിൽ ഈ 1 crore കവർ ആ പെർട്ടിക്കുലർ ബയറുടെ മുകളിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബയറുടെ മുകളിൽ ഒരുപാട് ഷിപ്മെന്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്ലി ഡിക്ലറേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പോഷർ ബേസ്ഡ് പോളിസീസ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറ് ബേസിക്കലി. അപ്പൊ അത് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ഓഫ് ദ പോളിസി നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു പ്രീമിയം അടച്ചാൽ മതി, പിന്നെ മന്ത്ലി ഡിക്ലറേഷന്റെ ആവശ്യമില്ല. അപ്പൊ ഇതാണ് ബേസിക്കൽ ഡിഫറൻസ് ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസി ആൻഡ് എക്സ്പോഷർ ബേസ്ഡ് പോളിസി. അപ്പൊ ഇത് ഞങ്ങൾക്ക് പല എക്സ്പോർട്ടേഴ്സിന്റെയും റിക്വയർമെന്റ് അനുസരിച്ച് സ്മോൾ, മീഡിയം, ബിഗ് അങ്ങനെ പല എക്സ്പോർട്ടേഴ്സിന്റെയും റിക്വയർമെന്റ് അതുപോലെ അനുസരിച്ച് ECGCക്ക് ഒരുപാട് പോളിസീസ് ഉണ്ട്, ബോത്ത് ഇൻക്ലൂഡിംഗ് ബോത്ത് ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസി ആൻഡ് എക്സ്പോഷർ ബേസ്ഡ് പോളിസീസിൽ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും റെലവെന്റ് ആയിട്ട് വരുന്നത് ഇതിലൊരു സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസി എന്ന് പറയും. അതായത് എക്സ്പോർട്ട് ചെയ്ത് പരിചയമില്ലാത്ത, ബേസിക്കലി എക്സ്പോർട്ട് ചെയ്ത് ഒരുപാട് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോളിസിയാണ് സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസി എന്ന് പറയുന്നത് ECGCയുടെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഈ സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസി എന്ന് പറഞ്ഞ ഒരു ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസിയാണ്. അത് ഞങ്ങൾക്ക് ഈ പോളിസിക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് IEC ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അതായത് എക്സ്പോർട്ട് ചെയ്ത് പരിചയം വേണമെന്നില്ല ഈ പോളിസി അവൈൽ ചെയ്യാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ പോളിസി 1 വർഷത്തേക്കാണ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്, വാലിഡ് ഫോർ 1 year. അപ്പൊ ഈ പോളിസി നിങ്ങൾക്ക് അവൈൽ ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ് വേണ്ടത്? അതായത് യു ഷുഡ് ഹാവ് IEC, അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ ബാക്കി ബേസിക് KYC ഡോക്യുമെന്റ്സ്, അതായത് കമ്പനിയുടെ പാൻ നമ്പർ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, MSME രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ബേസിക് ഡോക്യുമെന്റ്സ് മതി ECGCയുടെ ഈ പോളിസി അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പോളിസി നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളിസി ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളൊരു മിനിമം പ്രീമിയത്തിന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. അത് മിനിമം പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസിയുടെ അണ്ടറിൽ 5,000 rupees ആണ്. അപ്പോൾ ആ ഒരു മിനിമം പ്രീമിയം നോൺ റീഫണ്ടബിൾ ആണ്. ദാറ്റ് ആ ഒരു പ്രീമിയം നിങ്ങൾ പോളിസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റെമിറ്റ് ചെയ്തിരിക്കണം. ആൻഡ് വൺസ് ദ പോളിസി ഇസ് ഇഷ്യൂഡ്, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസിയാണ്. അത് അപ്പൊ നിങ്ങൾ ഒരു വർഷത്തേക്ക് പോളിസി ഇപ്പോൾ ഇഫ് യു ആർ സ്റ്റാർട്ടിംഗ് പോളിസി ടുഡേ, ഇന്ന് തൊട്ട് 1 വർഷം വരെയുള്ള എല്ലാ ഷിപ്മെന്റ്സും നിങ്ങൾ ആ പോളിസിയുടെ അണ്ടറിൽ കവർ ചെയ്യണം. അതിനുവേണ്ടി പ്രീമിയം റെമിറ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ റിക്വയർമെന്റ്. പിന്നെ അതിൽ ഞങ്ങൾ കുറച്ച് എക്സ്ക്ലൂഷൻസ് അലൗ ചെയ്യും.
അപ്പൊ എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു LC ഷിപ്മെന്റ്സ് കൂടി ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് LC ഷിപ്മെന്റ്സ് കവർ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LC എക്സ്ക്ലൂഷൻ അവൈൽ ചെയ്യാം. അപ്പൊ നോൺ LC ഷിപ്മെന്റ്സ് മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി അത് ആ പോളിസിയുടെ അണ്ടറിൽ. So once the policy is in place, you have to just submit a proposal along with 5,000 rupees minimum premium. ആ ഒരു പോളിസി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ഡിക്ലറേഷൻ ആൻഡ് പ്രീമിയം റെമിറ്റൻസ് ആണ്. അപ്പോൾ മന്ത്ലി ഡിക്ലറേഷൻ യു ഹാവ് ടു ഒരു മാസം ചെയ്യുന്ന ഷിപ്മെന്റ്സ്, അതായത് ഇപ്പൊ ദിസ് മന്ത് ഇപ്പൊ നവംബറിൽ ചെയ്യുന്ന ഷിപ്മെന്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഡിസംബറിന് മുമ്പായിട്ട് December 15th വരെ ഒരു ടൈം കിട്ടും. ആ December 15th വരെ നിങ്ങൾ ഞങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്, അതിൽ ഡിക്ലെയർ ചെയ്യണം. അതായത് നിങ്ങൾ എക്സ് വാല്യൂ ഓഫ് എമൗണ്ടിന് ഷിപ്മെന്റ് ചെയ്തു ഓൺ ടു ദിസ് ബയർ ടു ദിസ് കൺട്രി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ ഷിപ്മെന്റിന്റെ പ്രീമിയം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ഓഫ് ഷിപ്മെന്റിന്റെ മുകളിലാണ്. അതായത് നിങ്ങളുടെ ഗ്രോസ് ഇൻവോയ്സ് വാല്യൂ എന്ന് പറയും, നിങ്ങളുടെ ഇൻവോയ്സ് എമൗണ്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു എമൗണ്ടിന്റെ ഒരു മുകളിലാണ് അതിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാത്. അപ്പൊ അതിന് ഞങ്ങൾക്കൊരു പ്രീമിയം റേറ്റ് ഉണ്ട്. പ്രീമിയം റേറ്റ്സ് ഞാൻ പറഞ്ഞു തരാം, എത്രയൊക്കെയാണ് പ്രീമിയം, ഏകദേശം പ്രീമിയം എത്രയാണ് വരിക എന്നുള്ളത്. അപ്പോൾ അലോങ് വിത്ത് ദാറ്റ് ആ ഡിക്ലറേഷന്റെ ബേസിൽ നിങ്ങൾ പ്രീമിയം റെമിറ്റ് ചെയ്യേണ്ടി വരും ECGC. So for the entire 1 year you have to do that. Every month you have to declare the shipment that you have done in the previous year. Along with that you have to pay the premium due for that. അപ്പോൾ ഈ പ്രീമിയം 5,000 റുപ്പീസിന്ന് നിങ്ങൾക്ക് അത് ഡെബിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ സപ്പോസ് നിങ്ങളിപ്പോ ഒരു പോളിസി എടുത്ത സമയത്ത് ഒരു 5,000 റുപ്പീസ് പേ ചെയ്തു. നെക്സ്റ്റ് മന്ത് നിങ്ങൾ ചെയ്ത ഷിപ്മെന്റ്സിന് പ്രീമിയം വരുന്നത് 10,000 റുപ്പീസ് ആണെങ്കിൽ ഈ 5,000 റുപ്പീസ് യു ക്യാൻ അഡ്ജസ്റ്റ് അഗേൻസ്റ്റ് ഇറ്റ് ആൻഡ് 5,000 റുപ്പീസേ പ്രീമിയം റെമിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നെക്സ്റ്റ് മന്ത് ഷിപ്മെന്റ്സിന്. ആൻഡ് ദ പ്രീമിയം ഷുഡ് ബി ഓൾവേസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ അഡ്വാൻസ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഇൻഷുറൻസിന്റെയും ഒരു റിക്വയർമെന്റ് ആണ്, ഒരു റെഗുലേറ്ററി റിക്വയർമെന്റ് ആണ്. അപ്പോ നിങ്ങൾ ഷിപ്മെന്റ് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു അഡ്വാൻസ് ആയിട്ട് പ്രീമിയം ഡെപ്പോസിറ്റ് ചെയ്യണം ECGCക്ക്. So suppose you are making some shipments in November, so you have to calculate the premium due for the shipments in November and make the remittance to ECGC before the shipment has gone. അപ്പോൾ ഒരു പ്രാവശ്യം ഷിപ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾക്ക് ആ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യും. അപ്പൊ ആ ഡിക്ലറേഷന്റെ പേര്, അപ്പൊ നിങ്ങൾ ഈ അഡ്വാൻസ് ആയിട്ട് റെമിറ്റ് ചെയ്യുന്ന പ്രീമിയം ഒക്കെ നിങ്ങളുടെ ഒരു ഡെപ്പോസിറ്റ് പ്രീമിയം അക്കൗണ്ട് ഇട്ട് അതിൽ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. അതിനുശേഷം നിങ്ങൾ ആക്ച്വലി നിങ്ങൾ മന്ത്ലി ഡിക്ലറേഷൻ തരുമ്പോൾ ആ മന്ത്ലി ഡിക്ലറേഷന്റെ ബേസിൽ ഞങ്ങൾ പ്രീമിയം ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഓൾവേസ് ഒരു അഡ്വാൻസ് പ്രീമിയമിന്റെ റിക്വയർമെന്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഒബ്ലിഗേഷൻ ഓൺ പാർട്ട് ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഷിപ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഡ്യൂ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ പ്രീമിയം അഡ്വാൻസ് ആയിട്ട് ECGCക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഇതാണ്. പിന്നെ ഈ പോളിസി സ്മോൾ എക്സ്പോർട്ടർ പോളിസിയുടെ അണ്ടറിൽ പെർസെന്റേജ് ഓഫ് കവർ വരുന്നതെന്ന് വെച്ചാൽ 95% ആണ് ഞങ്ങൾ കവർ ചെയ്യാറ്. അതായത് ഇപ്പൊ ഗ്രോസ് ഇൻവോയ്സ് വാല്യൂടെ 95%. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബയറിന് 1 കോടിയുടെ ഷിപ്മെന്റ് പോയി 1 കോടിയുടെ പേയ്മെന്റ് ബയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് 95 lakhs ആണ് ഞങ്ങൾ ക്ലെയിം ക്രെഡിറ്റ് ചെയ്യുക. ECGC ക്ലെയിമിന് എലിജിബിൾ ആവാറ്. ഓക്കെ, പിന്നെ ഈ പോളിസിയുടെ അണ്ടറിൽ ഇപ്പൊ ഞാൻ കുറച്ച് ഇപ്പൊ ഈ പോളിസിയുടെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസിയുടെ If anybody has the doubt, എന്തെങ്കിൽ Q&A ഒരു ക്വസ്റ്റൻ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മാം ക്യാൻ ആൻസർ ദ ക്വസ്റ്റൻ. ഹായ് മാം, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, മാക്സിമം നമുക്ക് എത്ര എമൗണ്ട് വരെ കിട്ടും നമ്മളൊരു ഷിപ്മെന്റിന്റെ? സപ്പോസ് 50 lakhs ആണെങ്കിൽ ഇപ്പൊ നമ്മള് ബയർ നമുക്ക് പേ ചെയ്തില്ലെങ്കിൽ അതിൽ എത്ര എമൗണ്ട് വരെ നമുക്ക് കിട്ടും? അതായത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കവർ എന്ന് പറഞ്ഞാൽ 95% ആണ്. അപ്പോ ബയർ നിങ്ങൾക്ക് 50 lakhsന്റെ പേയ്മെന്റ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 95% കിട്ടും. ഓക്കെ, മാക്സിമം എത്രയാണ്? ഐ മീൻ ഇപ്പം അങ്ങനൊന്നും ഇല്ല. ഇപ്പം അതായത് ഈ സ്മോൾ എക്സ്പോർട്ടർ പോളിസിയുടെ അണ്ടറിൽ എന്ന് പറഞ്ഞ ഒരു മാക്സിമം ലയബിലിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പോളിസി അത് 2 കോടിയായിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഒരു പോളിസിയുടെ അണ്ടറിൽ 2 കോടിയുടെ വരെ ക്ലെയിമേ കിട്ടുള്ളൂ. ശരി. അതുപോലെ നമുക്ക് ഈ ഇമ്പോർട്ടിന് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതുണ്ടോ, ഇൻഷുറൻസോ അല്ല അങ്ങനെ എല്ലാം ഉണ്ടോ? ഇമ്പോർട്ട് പെരിഷബിൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ECGC എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി എക്സ്പോർട്ടിനാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ എക്സ്പോർട്ടിന് അഗേൻസ്റ്റ് ഉള്ള ഇൻഷുറൻസ് മാത്രമാണ് ECGC പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം എത്ര ക്ലെയിം കിട്ടുമെന്ന്. അതുപോലെ തന്നെ പെർ ബയർഡ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 2 കോടി ഉണ്ട്. അതുപോലെ തന്നെ പെർ ബയർ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എക്സ്പോർട്ടർ പോളിസിയുടെ അണ്ടറിൽ 50 lakhs ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബയർ, നിങ്ങളിപ്പോ ഒരുപാട് ബയറിന് ഷിപ്മെന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ബയറുടെ ഡീഫോൾട്ട് കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 50 lakhs ആണ് മാക്സിമം. അപ്പൊ ആ ഒരു റെസ്ട്രിക്ഷനും ഈ സ്മോൾ എക്സ്പോർട്ടർ പോളിസിയുടെ അണ്ടറിലുണ്ട്. പിന്നെ ഇത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു വോൾ ടേൺ ഓവർ പോളിസിയാണ്. ഇതിന്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ഷിപ്മെന്റ് കോംപ്രഹെൻസീവ് റിസ്ക് പോളിസി എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സ്മോൾ എക്സ്പോർട്ടർ പോളിസിയുടെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതിന്റെ ഓൺലി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് കുറച്ച് പരിചയം ഉണ്ടായിരിക്കണം. അതായത് ടോട്ടലി ഫ്രഷ് എക്സ്പോർട്ടേഴ്സിന് ഞങ്ങൾ ഷിപ്മെന്റ് കോംപ്രഹെൻസീവ് റിസ്ക് പോളിസി കൊടുക്കില്ല. കുറച്ചുകൂടെ പരിചയമുള്ള എക്സ്പോർട്ടേഴ്സിന് ഷിപ്മെന്റ് കോംപ്രഹെൻസീവ്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഷിപ്മെന്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്മെന്റ് കോംപ്രഹെൻസീവ് റിസ്ക് പോളിസി അവൈൽ ചെയ്യാം. അപ്പോൾ അതിലാണെങ്കിൽ 5 കോടി വരെയാണ് നിങ്ങൾക്ക് മാക്സിമം ലയബിലിറ്റി. അതായത് ഒരു പോളിസിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് 5 കോടി വരെ ക്ലെയിം കിട്ടും. അതുപോലെ തന്നെ പെർ ബയറുടെ 50 lakhsന്റെ റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷെ അതിൽ മിനിമം റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 rupees മിനിമം പ്രീമിയം ആണ് റിക്വയർമെന്റ്. അപ്പൊ നിങ്ങൾ പോളിസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10,000 rupees പേ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് നോൺ റീഫണ്ടബിൾ. അതായത് നിങ്ങൾ ഒരു ഷിപ്മെന്റും ചെയ്തില്ലെങ്കിലും ഈ 10,000 rupees അറ്റ് ദ എൻഡ് ഓഫ് ദ പോളിസി പീരീഡ് അത് റീഫണ്ട് കിട്ടില്ല. പിന്നെ മാം, അതായത് നമ്മൾ അവിടെ കണ്ടെയ്നർ എത്തിയിട്ട് അവിടെ റീസെൽ ചെയ്താ ബയർ എടുത്തില്ലെങ്കിൽ റീസെൽ ചെയ്യും. റീസെയിൽ ചെയ്യുമ്പോ അപ്പൊ നമ്മളിപ്പോ കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തു 10% വില കുറച്ചിട്ടൊക്കെ അങ്ങനെ കൊടുത്താൽ അപ്പൊ അതിന്റെ പൈസയും പിന്നെ അവിടുത്തെ എക്സ്പെൻസ് അത് നമുക്ക് കിട്ടും. കിട്ടും. അത് ഞങ്ങൾ അതായത് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് റിസ്കിന്റെ അണ്ടറിൽ അത് കവർ ചെയ്യും. നിങ്ങൾ റീസെയിൽ ചെയ്യുകയാണെങ്കിൽ ആൾട്ടർനേറ്റ് ബയറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടും അത് മാത്രമല്ല നിങ്ങളുടെ ഡെമറേജ് ഡിറ്റക്ഷൻ, വേറെ ഡോക്യുമെന്റേഷൻ ചാർജസ് ഇതെല്ലാം കവർ ചെയ്യും. ECGC നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അവർ പിന്നെ കണ്ടെയ്നർ എടുത്തിട്ട് നമുക്ക് പൈസ തന്നില്ല, അപ്പോഴും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോഴും കവർ ചെയ്യും. അതാണ് നോൺ പേയ്മെന്റ് റിസ്ക്. അവർ കണ്ടെയ്നർ എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് പൈസ തരാൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പ്രൈമറി റിസ്ക്. അതും കവർ ചെയ്യും. ഞങ്ങൾ ഇനി അവർ കണ്ടെയ്നർ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പെൻസസ് വരുന്നു. ഇപ്പൊ റീസെയിലിന്റെ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് റീഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ റിലേറ്റഡ് എക്സ്പെൻസസ് ഒരു പ്രോബബ്ലി ഇപ്പൊ നമ്മൾ പെരിഷബിൾ ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് രണ്ടും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അബാൻഡൻ തന്നെ ചെയ്യേണ്ടി വരും കൺസൈൻമെന്റ്, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അതും ECGC കവർ ചെയ്യും. അങ്ങനെ അബാൻഡൻ ചെയ്യുകയാണെങ്കിലും ECGCയുടെ പോളിസിയുടെ അണ്ടറിൽ ആ ഷിപ്മെന്റ് വാല്യൂ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ട്. ഓക്കെ, സപ്പോസ് നമ്മൾ ഒരു 50% അഡ്വാൻസ് പേയ്മെന്റും 50% ക്രെഡിറ്റും ആക്കാം. അപ്പോ 50% ക്രെഡിറ്റിൽ മാത്രമായിട്ട് പോളിസി എടുക്കാൻ പറ്റുമോ? പറ്റും. അതായത് പോളിസി എടുക്കുന്ന സമയത്തല്ല, നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ക്രെഡിറ്റ് ടേംസ് ഒന്നും നമ്മൾ പറയില്ല. കാരണം നിങ്ങൾ പല ബയേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പല ബയേഴ്സിന്റെ അടുത്ത് പല ക്രെഡിറ്റ് ടേംസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ പ്രീമിയം പേ ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് ടേംസിന് മാത്രം പ്രീമിയം പേ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങളുടെ ഗ്രോസ് ഇൻവോയ്സ് വാല്യൂ ഒരു 1 crore ആണെങ്കിൽ നിങ്ങൾ 50% നിങ്ങൾക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്, ബാക്കി 50% ക്രെഡിറ്റ് ഉള്ള വെച്ചാൽ 50 lakhsന്റെ നിങ്ങൾ പ്രീമിയം തന്നാൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിട്ടാണ് കവർ ചെയ്യുന്നത്, അതിന്റെ 95%. അതെ, അതിന്റെ 95%. ഓക്കെ, ക്രെഡിറ്റ് എത്രയാണോ അത്രയാണല്ലോ ബയർ പേയ്മെന്റ് ചെയ്യാനുള്ളൂ. അപ്പൊ അതിന്റെ 95% ക്ലെയിം കിട്ടുന്നു. ഓക്കെ. പിന്നെ ഈ പോളിസിയുടെ അണ്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ബയറുടെ ക്രെഡിറ്റ് വർത്തിനെസ് അറിയാനുള്ള ഒരു വഴിയുണ്ടെന്ന്. അപ്പോൾ അതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഞങ്ങൾ ബയർ, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളൊരു പോളിസി എടുത്തു, വോൾ ടേൺ ഓവർ പോളിസി എന്ന് പറഞ്ഞ സ്മോൾ എക്സ്പോർട്ടർ പോളിസി നിങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബയറിന് ഷിപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആ പോളിസിയുടെ അണ്ടറിൽ ആ ഷിപ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ബയറുടെ മുകളിലൊരു ക്രെഡിറ്റ് ലിമിറ്റ് എടുക്കണം ECGCയുടെ അടുത്തുനിന്ന്. പർട്ടിക്കുലർ ബയർ, ഇപ്പൊ ഒരു XYZ ബയർ ഒരു ദുബായിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ ബയറിന് ഷിപ്മെന്റ് പോകുന്നതിന് മുമ്പ് ECGCയുടെ കവർ വേണമെങ്കിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റിന് അപ്ലൈ ചെയ്യണം. അപ്പൊ ക്രെഡിറ്റ് ലിമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ECGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത്
ഒരുപാട് ഒരു വലിയൊരു റെക്കോർഡ് ഉണ്ട് ബയേഴ്സിന്റെ തന്നെ. കാരണം ഞങ്ങൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു വലിയൊരു ഡാറ്റാബേസ് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും ബയേഴ്സിന്റെ മുകളിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അഡ്വേഴ്സ് ഇൻഫർമേഷൻ കിട്ടുകയാണ്, അതായത് ഓൾറെഡി ഉള്ള പോളിസി ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നോൺ പേയ്മെന്റ് ഇൻഫർമേഷനോ അത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മളതെല്ലാം നമ്മുടെ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എക്സ്പോർട്ടേഴ്സിന് അഡ്വൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങള് ഫോറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിന്റെ കയ്യിൽ നിന്ന് ഈ ബയറുടെ മുകളിൽ ഒരു റിപ്പോർട്ട് എടുക്കും. ആ റിപ്പോർട്ട് എടുത്തതിന് ശേഷം ബയറെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ മുകളിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവർക്കൊരു 25 lakhs ഷിപ്മെന്റ് ആണ് പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 25 lakhs ക്രെഡിറ്റ് ലിമിറ്റിന് ECGCയുടെ അടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ECGC ഇവരെ ബയറുടെ ECGCയുടെ തന്നെയുള്ള ഹിസ്റ്ററി വെച്ചിട്ടും പിന്നെ പുറത്തുനിന്നുള്ള ക്രെഡിറ്റ് റിപ്പോർട്ട് ഏജൻസീസിന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് സോഴ്സ് ചെയ്തിട്ടും നമ്മൾ ബയർ അണ്ടർറൈറ്റ് ചെയ്യും. ബയറുടെ മുകളിൽ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ നല്ല ക്രെഡിറ്റ് വർത്തി ആയ ബയർ ആണെങ്കിൽ നമ്മൾ 25 lakhs തന്നെ ഫിക്സ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ക്രെഡിറ്റ് വർത്തി അല്ലാത്തതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ക്രെഡിറ്റ് ലിമിറ്റ് അത് റിഗ്രറ്റ് ചെയ്യും ECGCയുടെ ക്രെഡിറ്റ് ലിമിറ്റ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടേഴ്സിന് ഒരു റിസ്ക് മിറ്റിഗേഷൻ മെഷർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബയേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും ലീഡ്സ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ പ്ലേസ്മെന്റ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ECGCയുടെ പോളിസി ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ് ECGCയുടെ അടുത്ത് നിന്ന് ആ ബയറുടെ മുകളിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് അപ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ECGC നിങ്ങളെ അത് അഡ്വൈസ് ചെയ്യും. ECGC ആ ക്രെഡിറ്റ് ലിമിറ്റ് അപ്രൂവ് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് സോർട്ട് ഓഫ് എ റിസ്ക് മിറ്റിഗേഷൻ മെഷർ ഫോർ യു. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് എത്ര എമൗണ്ടിന് അവർക്ക് ഷിപ്മെന്റ് ചെയ്യണം, എത്ര എമൗണ്ടിന്റെ ECGCയുടെ കവർ ആ പെർട്ടിക്കുലർ ബയറുടെ മുകളിൽ കിട്ടുന്നുള്ളതിനും ഒരു അഡ്വൈസ് ഞങ്ങൾക്ക് തരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക ഉദ്ദേശിച്ച അത്ര ക്രെഡിറ്റ് ലിമിറ്റ് തരാൻ പറ്റിയിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക്. ചിലപ്പോൾ ചെറിയ എമൗണ്ടിനായിരിക്കും ഞങ്ങൾ കുറവ് എമൗണ്ടിന് ക്രെഡിറ്റ് ലിമിറ്റ് തരാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് എ റിസ്ക് മിറ്റിഗേഷൻ മെഷർ ഫോർ യു. നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു ക്രെഡിറ്റ് ലിമിറ്റിന്റെ കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ ഏത് ബയറിന് ഷിപ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ബയറുടെ മുകളിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ആപ്ലിക്കേഷൻ, അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഫോം ഉണ്ട്. ആ ഫോം ഞങ്ങൾക്ക് അയച്ചു തരണം. അതിന് ഒരു പ്രോസസിംഗ് ഫീ ഉണ്ട്, 500 rupees പെർ ബയർ. അപ്പോൾ ഓരോ ബയറുടെ മുകളിൽ ഒരു 500 rupees പ്രോസസിംഗ് ഫീ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബയറുടെ മുകളിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഞങ്ങൾ അപ്രൂവ് ചെയ്യും. അപ്പൊ ആൻഡ് ദാറ്റ് ക്രെഡിറ്റ് ലിമിറ്റ് ഈസ് കൈൻഡ് ഓഫ് റിവോൾവിംഗ്. അതായത് ആ ബയറുടെ മുകളിൽ പിന്നെയും നിങ്ങൾക്ക് ഷിപ്മെന്റ് ചെയ്യാം. അത് വൺ ടൈം വാലിഡ് അല്ല. ഇപ്പൊ ബയറുടെ മുകളിൽ നിങ്ങൾ പിന്നെയും ഷിപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ക്രെഡിറ്റ് ലിമിറ്റ് വിൽ ബി വാലിഡ്. അപ്പോൾ ഇതാണ് അപ്പൊ നമ്മുടെ ഒരു പ്രോസസ് ഫ്ലോ. അപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസീസ് തന്നെ വേണില്ല. കാരണം ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസീസിന്റെ വൺ ഓഫ് ദ മേജർ ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി മന്ത് യു ഹാവ് ടു പേ ദ പ്രീമിയം അഡ്വാൻസിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രീമിയം റെമിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ECGC. അത് മാത്രമല്ല മന്ത്ലി ഡിക്ലറേഷന്റെ ഒരു റിക്വയർമെന്റും ഉണ്ട്. എവറി മന്ത് നിങ്ങൾ ചെയ്യുന്ന ഷിപ്മെന്റ്സ് ECGCക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല ക്രെഡിറ്റ് ലിമിറ്റ് എടുക്കേണ്ടി വരും. അതായത് പെർ ബയറുടെ മുകളിൽ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ബയേഴ്സ് 3-4 ബയേഴ്സിന് ചെയ്യുന്ന ഷിപ്മെന്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ബയറുടെ മുകളിലും ബിഫോർ ഷിപ്മെന്റ് യു ഹാവ് ടു ടേക്ക് എ ക്രെഡിറ്റ് ലിമിറ്റ്. അപ്പൊ അതെല്ലാമാണ് ഡിക്ലറേഷൻ ബേസ്ഡ് പോളിസീസിന്റെ ഒരു റിക്വയർമെന്റ്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓപ്പറേഷണൽ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്പോഷർ ബേസ്ഡ് പോളിസീസ് അവൈൽ ചെയ്യാം. അപ്പോൾ എക്സ്പോഷർ ബേസ്ഡ് പോളിസീസ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം എക്സ്പോർട്ടേഴ്സിന് ഞങ്ങൾ കൊടുക്കില്ല. കുറച്ച് എക്സ്പോർട്ട് ചെയ്ത് പരിചയമുള്ളവർക്കാണ് എക്സ്പോഷർ ബേസ്ഡ് പോളിസീസ് കൊടുക്കാതെ. അപ്പൊ അതിലാണെങ്കിൽ നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് ആ ഒരു പ്രീമിയം എമൗണ്ട് ഉണ്ട്, ഒരു എമൗണ്ട് ഓഫ് പ്രീമിയം അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബയറുടെ മുകളിൽ കവർ ഇൻ പ്ലേസ് ആണ് ഒരു 1 yearന് വേണ്ടിയിട്ട്. പിന്നെ 1 year കഴിയുമ്പോൾ ആ പോളിസി റിന്യൂ ചെയ്താൽ മതി. അപ്പൊ അത് കുറച്ചുകൂടെ ഓപ്പറേഷണൽ കൺവീനിയൻസ് കിട്ടും നിങ്ങൾക്ക് ബയേഴ്സിന്റെ മുകളിൽ. ഇനി ഇൻ കേസ് എന്തെങ്കിലും ബയറിന്റെ അടുത്ത് നിന്ന് പേയ്മെന്റ് സ്റ്റക്കപ്പ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ECGC പോളിസി എടുത്തു, നിങ്ങൾ അതിന്റെ പ്രീമിയം ക്രെഡിറ്റ് ലിമിറ്റ് എടുത്ത് ബയറുടെ മുകളിൽ മന്ത്ലി ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്തു, പ്രീമിയം റെമിറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അതിനുശേഷം വാട്ട് ഹാപ്പൻസ് ഇൻ കേസ് ബയർ പേയ്മെന്റ് ഈസ് സ്റ്റക്കപ്പ് വിത്ത് ദ ബയർ? നിങ്ങൾക്ക് ആദ്യം തന്നെ ECGCക്ക് ഒരു റിപ്പോർട്ട് ഓഫ് ഡിഫോൾട്ട് സബ്മിറ്റ് ചെയ്യണം. അതിന് ഒരു പീരീഡ് ഉണ്ട്. ഞങ്ങളൊരു 60 days ടൈം പീരീഡ് ഞങ്ങൾ തരും. അതായത് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ഷിപ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഒരു DA 60 ആണ് ടേംസിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യും. ബൈ വിച്ച് ഡേറ്റ് the buyer is required to make a payment. If in case the buyer doesn't make the payment within that due date, നിങ്ങൾ ECGCന് അത് ഒട്ടും ഡിലേ ചെയ്യാതെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ECGCയുടെ ബയറിനെ പോലെ
ഓവർഡ്യൂ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ECGCക്ക് തന്നെ വേറെ എക്സ്പോർട്ടേഴ്സിനെ എല്ലാം അത് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കത് ബാക്കി എക്സ്പോർട്ടേഴ്സിനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ ഫർദർ എക്സ്പോഷർ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒരു ലോസ് മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ടൈംലി റിപ്പോർട്ട് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത്, എന്തെങ്കിലും നോൺ പേയ്മെന്റ്. അപ്പൊ അതൊരു 2 months പീരീഡ് തരും. ആ 2 months പീരീഡിനകത്ത് നിങ്ങൾ ആ ലോസ് ഞങ്ങൾക്ക് ECGCക്ക് റിപ്പോർട്ട് ചെയ്യണം ഒരു ഫോർമാറ്റ്. ഇത് ജസ്റ്റ് എ സിമ്പിൾ ഫോം ആണ് നിങ്ങൾ ആ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഈ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് അത് ക്ലെയിമിന് സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഞാൻ 95% കവർ എന്ന് പറഞ്ഞത് ആ പെർസെൻറ്റേജ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്തൊക്കെ പ്രൊസീജിയറൽ ആസ്പെക്ട്, അതായത് ടൈംലി ഡിക്ലറേഷൻ, ക്രെഡിറ്റ് ലിമിറ്റ് അവൈൽമെന്റ്, പ്രീമിയം പേയ്മെന്റ്, അതുപോലെ റിപ്പോർട്ട് ഓഫ് ഡിഫോൾട്ട്, ഇതിലെല്ലാം എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലെയിം സ്റ്റേജിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് കവറിന് ഒരു കുറച്ച് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലെയിം ഫുൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയറൽ ആസ്പെക്ട്സ് എല്ലാം വിതൗട്ട് എനി ഡിലേ സീരീസില് പോളിസി രണ്ടറിൽ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം റിപ്പോർട്ട് ഓഫ് ഡിഫോൾട്ട് നിങ്ങൾ ഫയൽ ECGCക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വൽ ക്ലെയിം ഫയൽ ചെയ്യാനായിട്ട് പിന്നെയും നിങ്ങൾക്ക് ഒരു 6 months കുറച്ചൊരു ടൈം പീരീഡ് കിട്ടും. അത് ക്ലെയിം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ബയറുടെ അടുത്ത് ഫർദർ എന്തെങ്കിലും നെഗോസിയേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതെല്ലാമായിട്ട് ഞങ്ങൾ കുറച്ച് ടൈം അലൗ ചെയ്യും. ആൻഡ് വിത്തിൻ ദാറ്റ് ടൈം you have to prefer a claim with ECGC. ഈ ECGCയുടെ പോളിസി എടുക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഫിസിക്കൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ 2 ലൊക്കേഷനുകളിലാണ്. ഒന്ന് കൊച്ചിയിലുണ്ട്, ഒന്ന് കൊല്ലത്തുണ്ട്. അപ്പൊ ഈ 2 ലൊക്കേഷനുകളെയാണ് ഞങ്ങൾ സർവീസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ECGCയുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ റീസെന്റ് ആയിട്ട് ECGC ഫുള്ളി ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ECGCയുടെ ഒരു ക്ലയന്റ് പോർട്ടൽ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ECGClimited.in എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ക്ലയന്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈല് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെയാണ് നിങ്ങളുടെ IC, പിന്നെ നിങ്ങളുടെ KYC ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡിങ് പാൻ കാർഡ്, MSME എന്തെങ്കിലും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ECGCയിൽ ക്രിയേറ്റ് ചെയ്യാം ത്രൂ ദിസ് ഓൺലൈൻ ലിങ്ക്. വൺസ് ദിസ് പ്രൊഫൈൽ ഇസ് ക്രിയേറ്റഡ്, ECGC നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യും, അത് അപ്രൂവ് ചെയ്യും. ആൻഡ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ECGCയുടെ പോളിസിക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ആയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ട് ഒരു ഡോക്യുമെന്റ്സ് ECGCയുടെ ഓഫീസിൽ വന്ന് സബ്മിറ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ട് ഒരു ഫോമും സബ്മിറ്റ് ചെയ്യണമെന്നില്ല. യു ക്യാൻ ഡു ദ എൻറ്റയർ പ്രോസസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ. അപ്പോൾ ഓൺലൈൻ ആയിട്ട് ഒരു ഫോം സബ്മിറ്റ് ചെയ്താൽ മതി. ഞങ്ങളത് പ്രോസസ് ചെയ്ത് വി വിൽ അഡ്വൈസ് യു റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് ദ പോളിസി. പോളിസി ഡോക്യുമെന്റ്സും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഓൺലൈൻ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പോളിസിയുടെ സർവീസിങ് പാർട്ട് ഉണ്ട്. അതായത് വൺസ് ദ പോളിസി ഇസ് ഇഷ്യൂഡ്, നിങ്ങൾ 5,000 rupees നിങ്ങൾ അഡ്വാൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേയ്മെന്റ് ഗേറ്റ് വേ ഉണ്ട് ഞങ്ങളുടെ പോർട്ടലിൽ തന്നെ. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ പേയ്മെന്റ് ഗേറ്റ് വേ ഫോർ പേയിങ് ദ പ്രീമിയം. അല്ലെങ്കിൽ ECGCയുടെ ഞങ്ങളുടെ ബ്രാഞ്ചിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രീമിയം റെമിറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ECGCയുടെ സർവീസിങ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മന്ത്ലി ഡിക്ലറേഷൻസ്, ക്രെഡിറ്റ് ലിമിറ്റ് അപ്രൂവൽസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഫുള്ളി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ എല്ലാം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ടൈം അത് മോണിറ്റർ ചെയ്യും ചെയ്യാം. ECGC ഇപ്പൊ നിങ്ങളുടെ പ്രൊപ്പോസലിന്റെ സ്റ്റാറ്റസ്, പ്രൊപ്പോസൽ നിങ്ങൾ ഒരു പോളിസിക്ക് വേണ്ടി ഒരു പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ക്രെഡിറ്റ് ലിമിറ്റ്, ഒരു ബയറുടെ മുകളിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന്റെയും നിങ്ങൾക്ക് റിയൽ ടൈം പ്രോഗ്രസ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടൽ വഴി ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ECGCയുടെ സർവീസസ് പോളിസീസ് അവൈൽ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഈദർ കോൺടാക്ട് അവർ ബ്രാഞ്ച്, വി വിൽ ഗൈഡ് യു, or you can go and check yourself out at our portal at ECGC Limited. മാം, ഇൻഷുറൻസ് അടയ്ക്കുന്നത് കണ്ടെയ്നർ അയക്കുന്ന എത്ര ദിവസം മുമ്പേ ഇതൊക്കെ നമുക്ക് എന്ത് സാറെങ്കിൽ ക്ലിയർ ആയില്ല? അതായത് ഈ പോളിസി അടയ്ക്കണ്ട, ഈ പൈസ പ്രീമിയം ഒക്കെ അടയ്ക്കുന്നത് കണ്ടെയ്നർ അയക്കുന്ന എത്ര ദിവസം മുമ്പായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? എത്ര ദിവസം മുമ്പെന്നില്ല, നിങ്ങൾ ഷിപ്പ്, അതായത് നിങ്ങൾ ഡേറ്റ് ഓഫ് ഷിപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിൽ ഓഫ് ലേഡിങ്ങിലെ ഷിപ്ഡ് ഓൺ ബോർഡ് ഡേറ്റ് ആണ്. അപ്പൊ ഷിപ്ഡ് ഓൺ ബോർഡ് ആവുന്നതിന് മുമ്പ് പ്രീമിയം ഉണ്ടായിരിക്കണം, പ്രീമിയം നിങ്ങൾ അടച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ആ ഷിപ്മെന്റ് ഒക്കെ പോകുന്നതിന് മുമ്പ് പ്രീമിയം വേണം അഡ്വാൻസ് ആയിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ഷിപ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പ്രീമിയം നിങ്ങൾക്ക്, അതോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം എല്ലാം ഞങ്ങൾ ഒരു ഡെപ്പോസിറ്റ് പ്രീമിയം അക്കൗണ്ടിലാണ് അത് കീപ്പ് ചെയ്യാറ്. അതിനുശേഷം ആക്ച്വൽ നിങ്ങൾ ഷിപ്മെന്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ആ പ്രീമിയം ഡെബിറ്റ് ചെയ്യുള്ളത് നിങ്ങളുടെ അക്കൗണ്ടിൽ. അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ ഷിപ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രീമിയം അഡ്വാൻസ് ആയിട്ട് ഈസിയുടെ ഡെപ്പോസിറ്റ് പ്രീമിയം അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന്റെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് പ്രീമിയം ബാലൻസ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഷിപ്മെന്റ് പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ പ്രീമിയം ഡെപ്പോസിറ്റ് ബാലൻസ് എത്രയാണ്. മാഡം നേരത്തെ ബയേഴ്സിന്റെ ക്രെഡിറ്റ് വർത്തിനെസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതെ. അപ്പൊ അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമോ, ഡിഫോൾട്ടേഴ്സിന്റെയോ അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്. ഡിഫോൾട്ടേഴ്സിന്റെ ലിസ്റ്റ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. ഇപ്പൊ നിങ്ങളൊരു ECGCയുടെ പോളിസി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പോർട്ടലിൽ നിങ്ങൾക്ക് ആക്സസ് തരും അതിന് വേണ്ടിയിട്ട്. ഒരു പോളിസി നമ്മൾ ECGC ഓക്കെ, സപ്പോസ് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കും. സപ്പോസ് ഇപ്പൊ UAE-ലൊക്കെ ഒത്തിരി സ്കാം നടക്കുന്നുണ്ട്, അവർ TT പേയ്മെന്റ് ചോദിക്കുന്നുണ്ട് ആഫ്റ്റർ ഡെലിവറി ഉള്ളിന്ന്. അപ്പൊ നമുക്ക് അവരെ ക്രെഡിറ്റ് വർത്തിനെസ് അറിയാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അതായത് ഞങ്ങളുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രമായില്ല, നിങ്ങളൊരു പോളിസി കൂടെ എടുക്കണം. അതായത് ഞങ്ങൾ ഞങ്ങളുടെ ക്ലയൻസിന് കൊടുക്കുന്ന സർവീസ് മാത്രമാണ് ഈ ഞങ്ങളുടെ ഡിഫോൾട്ട് ലിസ്റ്റിന്റെ ആക്സസ്. അപ്പോൾ ECGCയുടെ എന്തെങ്കിലും ഒരു പോളിസി നിങ്ങൾ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അത് അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബയേഴ്സ്, നിങ്ങളുടെ എന്തെങ്കിലും ബയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരത് സെർച്ച് ചെയ്യാം. അവർ ഞങ്ങളുടെ ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റ് ഓൾറെഡി ഉള്ളവരാണോ അല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ പോളിസി എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ട്? നമ്മളപ്പോ ചുമ്മാ എടുത്തിട്ടാൽ മതിയോ? നമുക്കിപ്പോ എക്സ്പോർട്ട് ഷിപ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും അതങ്ങനെ കിടക്കുമോ? കിടക്കും. കാരണം അത് ഒരു വർഷത്തേക്കാണ് വാലിഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസി എന്ന് പറഞ്ഞാൽ അതിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ മിനിമം പ്രീമിയം ഓഫ് 5,000 rupees വിച്ച് ഇസ് നോൺ റീഫണ്ടബിൾ. അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ 5,000 rupees പ്രീമിയം അടച്ച് പോളിസി എടുക്കുക. അതിനകത്ത് ഷിപ്മെന്റ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഷിപ്മെന്റ് ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും ആ പോളിസി വാലിഡ് ആയിരിക്കും 1 year-ന്. ഈ 5,000 rupees നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ലേ. പക്ഷെ നമുക്ക് ഈ ക്രെഡിറ്റ് വർത്തിനെസ് ചെക്ക് ചെയ്യാം. നേരത്തെ ഡിഫോൾട്ട് ഇതുപോലെ ഗുഡ്സ് എടുത്തിട്ട് സാധനം തരാത്തവരുടെ ലിസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അതെ. അവരത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ബയേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അവർ ഞങ്ങളുടെ ബയേഴ്സിന്റെ ഡിഫോൾട്ട് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ആക്സസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. മാഡം ഹലോ. സർ. മാഡം ഒരു സംശയം. ഇപ്പൊ ജെന്യുവൻ ബയേഴ്സിന്റെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഇവരുടെ അടുത്ത് മാത്രമാണോ ഈ പറയുന്ന പ്രീമിയം കിട്ടുള്ളൂ, അതോ നമ്മൾ ഏത് ബയറിനെ കൊണ്ടുവന്നാലും ഈ പ്രീമിയം കവർ ആവുമോ? ഏത് ബയറിനെ കൊണ്ടുവന്നാലും പറ്റും. പക്ഷെ ഞങ്ങൾ ബയറിനെ അണ്ടർറൈറ്റ് ചെയ്യും. അതായത് ബയറുടെ അടുത്ത് നിന്ന് ഞങ്ങൾ ഒരു റിപ്പോർട്ട് കോൾ ചെയ്യും ബയറുടെ മുകളിൽ ഞങ്ങളുടെ ഏജൻസീസിന്ന്. അതിനുശേഷം ബയറെ ഞങ്ങൾ അണ്ടർറൈറ്റ് ചെയ്ത് അപ്പൊ അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ അവരെ ബാക്കി ഡീറ്റെയിൽസ്, ഇപ്പൊ അവരുടെ എന്തെങ്കിലും ലോസ് ഔട്ടുണ്ടോ ആ പുറത്തുള്ള രാജ്യത്തുള്ള കൺട്രിയിൽ, അതൊന്നും നമുക്ക് ഇവിടെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെല്ലാം അതിനുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ എല്ലാം സോഴ്സ് ചെയ്ത് ബയറെ ഞങ്ങൾ അണ്ടർറൈറ്റ് ചെയ്ത് ആ ബയർ ഇപ്പൊ ഒരു ഫ്രഷ് ബയർ ആണെങ്കിൽ തന്നെ അവർ ക്രെഡിറ്റ് വർത്തി ആണെങ്കിൽ ഞങ്ങൾ ക്രെഡിറ്റ് ലിമിറ്റ് അപ്രൂവ് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ റെക്കോർഡിലുള്ള ബയർ ആണെന്ന് നിർബന്ധമില്ല. ഫ്രഷ് ബയേഴ്സിന്റെ മുകളിലും കവർ കിട്ടും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇത് ക്രെഡിറ്റ് വർത്തിനെസ് ചെക്ക് ചെയ്യാനായിട്ട് എത്ര നാളെ താമസം എടുക്കും? ഒരു ഫ്രഷ് ബയറിനെ കൊണ്ടുവരുവാണെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് വർത്തിനെസ് ചെക്ക് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് എത്ര താമസം എടുക്കും? ഞങ്ങൾ 1 to 2 week ടേൺ അറൗണ്ട് ടൈമാണ് പറയാം അതൊരു ഫ്രഷ് ബയർ ആണെങ്കിൽ. കാരണം ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ബയേഴ്സ് ആണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് അവരുടെ ഓൾറെഡി റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രഷ് ബയേഴ്സ് ആണെങ്കിൽ നമുക്ക് അവരുടെ മുകളിൽ റിപ്പോർട്ട് ഒക്കെ കളക്ട് ചെയ്യണം ഓവർസീസ് ഏജൻസീസിന്റെ അടുത്ത് നിന്ന്. അപ്പൊ അതിനൊരു ടേൺ അറൗണ്ട് ടൈം ഉണ്ട്. അപ്പൊ ഞങ്ങൾ നോർമലി ഒരു 1 to 2 weeks ഒരു ടേൺ അറൗണ്ട് ടൈം പറയും ഫ്രഷ് ബയറുടെ മുകളിൽ ക്രെഡിറ്റ് ലിമിറ്റ്. ഓക്കെ, താങ്ക് യു. മാഡം അതേട്ട് UAE-ലെ കുറെ ഫുഡ് സ്റ്റഫ് കമ്പനികൾ കുറച്ച് ഇതേട്ട് ഡിഫോൾട്ടേഴ്സ് ഉണ്ട്. അതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ, അറിയാവോ? ലിസ്റ്റോ എന്തെങ്കിലും ഉണ്ടോ? സർ, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ECGCയുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ അതല്ലാതെ ഞങ്ങൾക്ക് ഇതിനെ പബ്ലിക് ഡൊമൈനിൽ അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചാലും അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഈ ബയർ XYZ ബയർ ഞങ്ങളുടെ ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ആ ഒരു സർവീസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ക്ലയൻസ് ആണെങ്കിൽ ECGCയുടെ പോളിസീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചെക്ക് ഇൻ അവർ പോർട്ടൽ ഓർ ഈവൻ യു ക്യാൻ കോൺടാക്ട് us. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ പോളിസി ഹോൾഡേഴ്സിന് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഓക്കെ, താങ്ക് യു. ഈ ഡിഫോൾട്ട് ലിസ്റ്റ്
ചില കമ്പനിയെ സെർച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്? നെയിം വെച്ച് സെർച്ച് ചെയ്യണോ അതോ വല്ല IC കോഡോ വല്ല കമ്പനി രജിസ്ട്രേഷൻ എങ്ങനെയാണ്? അങ്ങനെയല്ല, ഞങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ നെയിം വെച്ചോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ നെയിം വെച്ചോ അഡ്രസ് വെച്ചോ അങ്ങനെയെല്ലാം സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നെയിം വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും വരും അവരുടെ ഡീറ്റെയിൽ. ഓക്കെ. അപ്പൊ ECGCയുടെ പോളിസീസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ECGCയുടെ കവർ റിഗാർഡിങ് ഞങ്ങൾ എന്താണ് കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സർവീസിങ് പാർട്ട് എന്താണ് അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഗുഡ് ഈവനിങ് മാഡം. ഒരു ഡൗട്ട് എന്റെ ഭാഗത്തുള്ള നമ്മൾ പെർ ഷിപ്മെന്റിനാണോ നമ്മൾ പോളിസി എടുക്കേണ്ടത് അതോ പെർ ഇയർ നമ്മൾ ഒരു പോളിസി എടുത്താൽ മതിയോ? നമ്മൾ എത്ര ഷിപ്മെന്റ് ചെയ്താലും കവർ ചെയ്യുന്നത്? പെർ ഇയറിനാണ് ഈ സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസി എന്ന് പറയുന്നത്. പെർ ഇയറിനാണ്, ഒരു വർഷത്തേക്ക് വാലിഡ് ആണ് പോളിസി. ഈ ഒരു വർഷത്തിനകത്ത് നിങ്ങൾ എത്ര ഷിപ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കവേർഡ് ആണ്. ഓക്കെ മാം, താങ്ക് യു. മാം ഒരു സംശയം ചോദിച്ചോട്ടെ? മാം ഈ ബിഗിനർ എക്സ്പോർട്ടേഴ്സിൻ്റെത് സ്റ്റാർട്ടിങ് 5,000 ആണെന്ന് പറഞ്ഞല്ലോ. അത് പെർ ഇയറിനാണോ 1 ഇയർ കംപ്ലീറ്റ് ആണോ അതോ പെർ ഷിപ്മെന്റിനോ? അല്ല, 1 ഇയർ കംപ്ലീറ്റ്. 1 ഇയർ കംപ്ലീറ്റ്. ഒരു 1 ഇയർ പോളിസി പീരീഡിന് അണ്ടറിലാണ് ഞങ്ങൾ മിനിമം പ്രീമിയം ഓഫ് 5,000 എന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷിപ്മെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഗേൻസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഒരു ഡൗട്ടും കൂടി. ഈ 5,000 റുപ്പീസിന് കഴിയുമ്പോൾ ഒരു സർട്ടൻ ഷിപ്മെന്റ് വാല്യൂ ആണ്. ആ ഷിപ്മെന്റ് വാല്യൂ കൂടുതൽ ഷിപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ എക്സ്ട്രാ പിന്നെ അടയ്ക്കേണ്ടി വരില്ലേ? അതെ അതെ, അതിന്റെ എക്സ്ട്രാ പ്രീമിയം അടയ്ക്കേണ്ടി വരും. പിന്നെ അപ്പൊ ഏതാ? സോറി, സർ പറയൂ. അല്ല, അപ്പൊ ഏതാണ് എക്സാക്ട്ലി ആ വാല്യൂ ഏതാണ്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ECGCയുടെ പ്രീമിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതൊരു മാട്രിക്സ് ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏത് രാജ്യത്തേക്ക് നിങ്ങൾ ഷിപ്മെന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് പീരീഡ് അതിനനുസരിച്ചാണ് നമ്മൾ പ്രീമിയം. അതായത് കൂടുതൽ റിസ്ക് ആയിട്ടുള്ള USA, UK പോലെയുള്ള കൺട്രീസിലൊക്കെ പ്രീമിയം റേറ്റ് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ UAE പോലുള്ള കൺട്രീസിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രീമിയം റേറ്റ് കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ECGC എന്ന് പറഞ്ഞ കൺട്രീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ A1, A2, B1, B2 എന്ന് പറഞ്ഞ പോലെ. അപ്പൊ A1 കൺട്രീസ് തീരെ റിസ്ക് കുറവുള്ള കൺട്രീസ്. അപ്പൊ അങ്ങോട്ട് പോകുന്ന ഷിപ്മെന്റ്സിന് പ്രീമിയം റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ പ്രീമിയം കൂടുതലുള്ള റഷ്യ അതുപോലെയുള്ള കുറച്ച് റിസ്കിയർ ആയിട്ടുള്ള കൺട്രീസിന്റെ എല്ലാം ഞങ്ങൾ പ്രീമിയം റേറ്റ് കൂടുതലാണ്. അവർക്ക് ഞങ്ങൾ DC കാറ്റഗറീസിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് പ്രീമിയം കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ കൺട്രിയുടെ അനുസരിച്ചും പ്രീമിയം ഇരിക്കും. അപ്പൊ ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് പീരീഡ്, അതായത് ഇപ്പൊ നിങ്ങൾ DP ഷിപ്മെന്റ്, DP അല്ലെങ്കിൽ CAD ഷിപ്മെന്റ് ആണെങ്കിൽ പ്രീമിയം റേറ്റ് കുറവായിരിക്കും. പിന്നെ DA ഷിപ്മെന്റ്സിന് കുറച്ച് പ്രീമിയം റേറ്റ് കൂടുതലാണ്. അപ്പൊ DA തന്നെ ഇപ്പൊ നിങ്ങൾ 90 ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ് ആണ് ബയേഴ്സ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം റേറ്റ് ആണ്. അതിന് കുറച്ചുകൂടെ ഹയർ പ്രീമിയം റേറ്റ് ആണ് DA 180 ഡേയ്സ്. അപ്പൊ അങ്ങനെ ഒരു മാട്രിക്സിലാണ്. അപ്പൊ അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം റേറ്റ് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ UAEയിലേക്കാണ് ഒരു ഷിപ്മെന്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു UAEയിലേക്ക് ഇപ്പോ ക്യാഷ് അഗെയിൻസ്റ്റ് ഡോക്യുമെന്റിന്റെ പ്രീമിയം റേറ്റ് എന്ന് പറഞ്ഞാൽ 33 പൈസ പെർ ₹100 ആണ്. അപ്പൊ നിങ്ങളൊരു 1 കോടിയുടെ ഒരു ഷിപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 33,000 ആണ് പ്രീമിയം വരാത് അഗെയിൻസ്റ്റ് ക്യാഷ് അഗെയിൻസ്റ്റ് ഡോക്യുമെന്റ്സ്. അതുപോലെ തന്നെ ഇത് DA ഷിപ്മെന്റ് ആകുമ്പോൾ DA 90 ഡേയ്സിന്റെ ഷിപ്മെന്റ് ആണെങ്കിൽ പ്രീമിയം റേറ്റ് വരുന്നത് 70 പൈസയാണ്. അപ്പൊ അത് പ്രീമിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 70,000 ആവും. അപ്പൊ അതാണ് ECGCയുടെ ഒരു പ്രീമിയത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ USA പോലുള്ള കൺട്രീസിലാണെങ്കിൽ ഇതിലും കൂടെ കുറച്ചുകൂടെ പ്രീമിയം റേറ്റ് കുറവായിരിക്കും. അത് ബയ്യറിലും സെല്ലറിലും ഡിപ്പെൻഡ് ചെയ്യും. ലൈക്ക് അത് നിങ്ങളുടെ ലിസ്റ്റിലുള്ള ക്രെഡിറ്റ് വർത്തിയാൽ ബയർക്ക് കുറച്ചാണ്, ബട്ട് ന്യൂ ബയർക്ക് കൂടുതലാണ്, അങ്ങനെ ഉണ്ടാവും? ഇല്ല, ബയേഴ്സിന്റെ അല്ല, ബയറുടെ കൺട്രിയുടെ മുകളിലാണ്. ഏത് കൺട്രിയിലേക്കാണ്, അതായത് ഏത് കൺട്രിയിലാണ് ബയർ ഉള്ളത് അതിന്റെ മുകളിലാണ്.
അപ്പൊ റിസ്ക് ഓക്കെ കൂടുതലുള്ള കൺട്രി ആണെങ്കിൽ പ്രീമിയം കൂടുതലായിരിക്കും, റിസ്ക് കുറവുള്ള ഉം കൺട്രി ആണെങ്കിൽ പ്രീമിയം കുറവ്, അങ്ങനെയാണ്. ഓക്കെ അല്ലാണ്ട് ബയറുടെ മുകളിൽ പ്രീമിയം റേറ്റ് ഡിപ്പെൻഡ് അല്ല. ഹലോ മാം, യെസ്. നമ്മ പ്രീമിയം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ എന്ത് സൗകര്യമുള്ളത്? നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാഞ്ചിനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി, ഞാൻ പറഞ്ഞില്ല, ഞാൻ പോർട്ടലിൽ പോയിട്ട് CCC ലിമിറ്റഡ് എന്ന് പറഞ്ഞ പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഫീച്ചേഴ്സ്. അല്ലെങ്കിൽ ECGCയുടെ പോളിസീസിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഞങ്ങളുടെ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, കൊച്ചി ബ്രാഞ്ചിന്റെ. ഞാനൊരു മൊബൈൽ നമ്പറും ഷെയർ ചെയ്യാം ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഓഫീസറുടെ. അപ്പൊ ഞങ്ങളുടെ ബ്രാഞ്ചിനെ കോൺടാക്ട് ചെയ്യാൻ മതി. ഞങ്ങളുടെ ഇമെയിൽ ID ഉണ്ട്, ഫോൺ നമ്പറും ഞാനിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഓഫീസറുടെ ഡയറക്റ്റ് ഫോൺ നമ്പറാണ്. യു ക്യാൻ കോൺടാക്ട് ഹർ ഓർ യു ക്യാൻ കോൺടാക്ട് അവർ ലാൻഡ്ലൈൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ അയച്ചാലും മതി പോളിസീസിനെ പറ്റി എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ. അതുപോലെ ഞങ്ങളുടെ അഡ്രസ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു വിസിറ്റ് ഡയറക്ട്ലി യു ക്യാൻ വിസിറ്റ് അറ്റ്. വി ആർ അറ്റ് രഘുപുരം MG റോഡ്, കൊച്ചി. അതേപോലെ മാഡം, നമ്മൾ ഈ ബയേഴ്സിന്റെ അല്ലാതെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എൽ സി ആയിരിക്കുമല്ലോ ഒരു കോമൺ അല്ലെങ്കിൽ സേഫസ്റ്റ് ഓഫ് ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്ന പേയ്മെന്റ് മെത്തേഡ്. അതിനകത്ത് തന്നെ ഇപ്പൊ അതെ, അപ്പൊ അതിനകത്ത് തന്നെ ചില ബാങ്കുകളിൽ ചിലപ്പം നമുക്കറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഈ LC ഇഷ്യൂ ആയാലും അവിടുത്തെ ചിലപ്പം ഏതെങ്കിലും ഫ്രോഡ് ബാങ്ക് ആണോ എന്ന് അറിയാവുന്ന അതിന്റെയും റിസ്ക് അസസ് ചെയ്യുവോ ECGC? ഞങ്ങൾക്ക് സെയിം ബയറുടെ സെയിം പ്രോസസ്സ് തന്നെയാണ് ബാങ്ക്സിനുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു LC ഷിപ്മെന്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കവർ വേണമെന്നുണ്ടെങ്കിൽ LC ഓപ്പണിംഗ് ബാങ്കിന്റെ മുകളിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പൊ അതും ഞങ്ങൾ അസസ് ചെയ്യും. അതുപോലെ തന്നെ ബാങ്ക്സിന്റെ ഞങ്ങളൊരു ഡീഫോൾട്ടേഴ്സ് ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ലൈക്ക് ബയേഴ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ECGC പോളിസി ഉണ്ടെങ്കിൽ. അപ്പൊ LC ഓപ്പണിംഗ് ബാങ്ക് ഞങ്ങളുടെ ഡീഫോൾട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹലോ മാം, യെസ്. ഇപ്പൊ നമ്മളൊരു ഷിപ്മെന്റിന്റെ മേലെ പ്രീമിയം എടുത്തു, പിന്നീട് ആ ഷിപ്മെന്റ് നടത്തി, അതില് ഒരു തരത്തിലുള്ള ഡിഫോൾട്ട് ഉണ്ടായില്ല, അങ്ങനെയാണെങ്കിൽ ആ പ്രീമിയം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുമോ അതോ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുമോ? ഇല്ല, അത് റീഫണ്ടബിൾ അല്ല. പ്രീമിയം റീഫണ്ടബിൾ അല്ല. അതായത് ഒരു ഷിപ്മെന്റ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളത് ഷിപ്മെന്റ് കംപ്ലീറ്റ് ആയി, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയാലും അത് റീഫണ്ട് ചെയ്യില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ബിഗിനേഴ്സിന് ഏതുവരെ പോളിസിയാണ് കൊടുക്കില്ല പറഞ്ഞു ആദ്യം തുടങ്ങുന്നത്? അതായത് ബിഗിനേഴ്സിന് ഞങ്ങൾ ആകെ ഒരു പോളിസിയാണ് ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ, സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസി എന്ന് പറഞ്ഞ പോളിസി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ഫീച്ചേഴ്സ് പറഞ്ഞ പോളിസി, അതുകൊണ്ടാണ് ഞാൻ ആ പോളിസിയുടെ മാത്രമായിട്ട് പറഞ്ഞത്. ബാക്കി ഒരു പോളിസിയും തന്നെ ഞങ്ങൾ സ്റ്റാർട്ടിങ് എക്സ്പോർട്ടേഴ്സിന് കൊടുക്കില്ല. സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസിയാണ് ഞങ്ങൾ, അതായത് എക്സ്പോർട്ട് ചെയ്ത് ഒരു പരിചയവും ഇല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ടോട്ടലി ന്യൂ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്നത് സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസി എന്ന് പറഞ്ഞു. എന്തോ സ്മോൾ എക്സ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളുടെ പോളിസിയുടെ പേരാണ്. അത് സ്മോൾ എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓവർ ഒരുപാട് ഇല്ലാത്തവർക്ക്, അതായത് ഒരു 5 കോടി വരെ ടേൺ ഓവർ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പോളിസിയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ടേൺ ഓവർ 5 കോടി വരെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ തീരെ എക്സ്പോർട്ടിൽ പരിചയമില്ലാത്തവർക്ക് സ്മോൾ എക്സ്പോർട്ടേഴ്സ് പോളിസിയാണ് ഇഷ്യൂ ചെയ്യാറ്. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ അപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഫ് എനിബഡി എൽസ് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ വേണമെങ്കിൽ ഒന്ന് കവർ അപ്പ് ചെയ്യാം. ഹലോ മാം, യെസ്.
ഞാനൊരു ബിഗിനറാണ്. എന്നിൽ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇല്ല അപ്പൊ ചോദിച്ചോളൂ. ഒരു ബയ്യറിനെ കണ്ടെത്തി നിങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ ക്രെഡിറ്റ് ലിമിറ്റ് തരുന്നു പറഞ്ഞില്ലേ? അപ്പൊ നമ്മളിപ്പോ 25 ലാഖിന്റെ കൺസൈൻമെന്റ് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പറയുന്നത് 50 ലാഖിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളൂ ആൾക്ക് എന്നുള്ളത് നമുക്ക് തരികയാണ്. അങ്ങനെ വരുമ്പോ അത് ഡീഫോൾട്ട് ആയി പേയ്മെന്റ് തരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ക്രെഡിറ്റ് ലിമിറ്റിന്റെ 95% അതോ ടോട്ടലി ഉള്ളതിന്റെ ആണോ ലഭിക്കുക? അതായത് ടോട്ടലി ഉള്ളതിന്റെ 95% വരെ ഞങ്ങൾ തരും. പക്ഷെ അത് ഞങ്ങൾ തന്നിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റിനനുസരിച്ചാക്കി. ഇപ്പൊ ഞങ്ങളൊരു ബയറുടെ മുകളിൽ 50 ലക്ഷത്തിന്റെ കവറാണ് നിങ്ങൾക്ക് തന്നത് എന്ന് വെക്കുക. നിങ്ങൾ അതിൽ കൂടുതൽ ഷിപ്മെന്റ് ചെയ്തു, അപ്പൊ ഞങ്ങള് 50 ലക്ഷം വരെ ക്ലെയിം തരും. നിങ്ങൾ പറഞ്ഞ ക്രെഡിറ്റ് ലിമിറ്റ് വരെ? അതെ, ക്രെഡിറ്റ് ലിമിറ്റ് വരെ. നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ ലോസ് വരുന്നത് അതിന്റെ 95%. പക്ഷെ നിങ്ങൾ ആ ക്രെഡിറ്റ് ലിമിറ്റ് വരെ 50 ലക്ഷം ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വരെ. ഓക്കെ ഓക്കെ. മാം ഒരു ഡൗട്ട് കൂടി ഉണ്ട്. ഞാനൊരു ബിഗിനറാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ കൺട്രീസിലേക്ക് ഷിപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ പ്രീമിയത്തിന് വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, കൺട്രി ഡിപ്പെൻഡ് ചെയ്ത്. അപ്പോ നമ്മൾ പെർ ഷിപ്മെന്റിന് വ്യത്യാസപ്പെട്ട അടയ്ക്കേണ്ടി വരുമോ? അതെങ്ങനെയാത്? അതെ, പെർ ഷിപ്മെന്റിന് ഡിഫറെന്റ് ആയിട്ട് പ്രീമിയം. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിക്ലറേഷൻ നിങ്ങളുടെ ഫോർമാറ്റ് ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബയറുടെ കൺട്രിയും നിങ്ങളുടെ ക്രെഡിറ്റ് പീരീഡ് എല്ലാം അതിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അത് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് പ്രീമിയം പെർ ഷിപ്മെന്റിന് പ്രീമിയം ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഷിപ്മെന്റ് വാല്യൂവിനനുസരിച്ചിരിക്കും, കൺട്രിക്ക് അനുസരിച്ചിരിക്കും, അതുപോലെ ക്രെഡിറ്റ് പീരീഡിനനുസരിച്ചിരിക്കും. അപ്പോൾ പെർ ഷിപ്മെന്റ് വൈസ് പ്രീമിയത്തിന് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ മാം, താങ്ക് യു. സോ താങ്ക് യു ദിനമ ഫോർ ദ വാല്യുബിൾ ഇൻസൈറ്റ്സ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ECGC ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിനെ കുറിച്ചും അതിൻ്റെ സ്കീമുകളെ കുറിച്ചും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് എന്തെങ്കിലും ആസ്പെക്റ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് Q&Aയിൽ ഇടാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിയാക്ഷൻസ്, ഇത് സെക്ഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള സൈഡ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചാറ്റിൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ഗ്രേറ്റ്. സോ താങ്ക് യു സോ മച്ച് മാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ കമ്മിങ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ അതർ സെക്ഷൻസും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പയുടെ തുടങ്ങിയ ബോഡികളുടേതായിട്ടുള്ള മീറ്റിംഗ്സും അതിൻ്റെ ഒഫീഷ്യൽസ് എന്നുള്ള മീറ്റിംഗ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ബിഫോർ വി ക്ലോസ് ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻ്റ് ഉള്ളത്, നമ്മളുടെ ഒരു അടുത്തൊരു ഇവൻറ്റ്, ദ ബിഗർ ഇവൻറ്റ് വിച്ച് വി ഓൾറെഡി ഷെഡ്യൂൾഡ്, അതൊരു